തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട 4 പേരുടെ ഖബറടക്കം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ അല്പസമയത്തിനകം നടക്കും. സമീപത്തെ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചത്. കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ പ്രതിയുടെ അനിയൻ അഫ്സാന്റെ മൃതദേഹം പള്ളിയിലേക്ക് ഖബറടക്കാൻ വേണ്ടി എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ 4 പേരുടെയും മൃതദേഹങ്ങൾ ഖബറടക്കും. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് അവിടെയുള്ള ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രിയപ്പെട്ട മനുഷ്യരെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് അവർക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അതിനോട് ഇപ്പോഴും ഒരു പക്ഷേ താതാത്മ്യം പ്രാപിക്കാനുമായിട്ടില്ല. എങ്ങനെയാണ് ഒരു നാട് ഇവരെ യാത്രയാക്കുന്നത്? അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ അഫ്സാന്റെ മൃതദേഹവും കൂടി പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കുടുംബം മുഴുവൻ ഇപ്പോൾ ജീവനറ്റ ശരീരമായി ഒന്നിച്ച് ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് അവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവരെ കാണാൻ നിരവധി ആളുകൾ, ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തുകയാണ്. കണ്ടവർ വീണ്ടും കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവർ മുൻപ് കണ്ടിരുന്ന ഒരു കുടുംബം, ഇടയ്ക്കിടയ്ക്ക് പാങ്ങോട്ടെത്തി ഒത്തുചേരാനുള്ള കുടുംബം, അവർ ഓർമ്മയാകും, അവർ സ്മരണയാകും. എന്തായാലും ഏറ്റവും ഒടുവിലായി അവർ ഒന്നിച്ച് പാങ്ങോട്ടെത്തിയിരിക്കുകയാണ്. അവർ വിട ചൊല്ലുകയാണ്. അതിൻ്റെ എല്ലാ സങ്കടവും ഈ മനുഷ്യരുടെ മുഖത്തുണ്ട്. കാരണം ഈ ഓരോ പേരുകളും പാങ്ങോട്ട് താമസിക്കുന്ന ഉമ്മ പറഞ്ഞിട്ടുള്ള പേരുകളാണ്. കാരണം അഫ്സാനാകട്ടെ ഇളയ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ലാളന ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഇവർക്ക് തന്നെയാകും. അതുകൊണ്ട് ഉമ്മയുടെ കഥകളിലും ഇവർ തന്നെ ആയിരിക്കും നാട്ടുകാരും ഉമ്മയുടെ സ്നേഹിതരും ഒക്കെ കേട്ടിട്ടുള്ള പേരുകൾ. എന്തായാലും 6:30 ഏതാണ്ട് ഇനി അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഖബറിസ്ഥാനിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതോടുകൂടി അവർ മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കണ്ടിരുന്ന ആ കുടുംബം അവർ ഓർമ്മയാകുകയാണ്. അത്തരത്തിൽ ഉമ്മയ്ക്ക് താങ്ങാകേണ്ട, ഒരു പക്ഷേ വാത്സല്യത്തിൻ്റെ ഏറ്റവും ഒടുവിൽ വാത്സല്യം നൽകിയ, ലാളന നൽകിയ ചെറുമക്കളാണ് അഫാനും അഫ്സാനും. അതേ ചെറുമകൻ തന്നെ ഉമ്മയുടെ കഥകളിൽ വളരെ അഭിമാനത്തോടെ സ്നേഹത്തോടു കൂടി പറഞ്ഞ അതേ പേരുകാരൻ തന്നെ ഒടുവിൽ കൊലയാളിയായി മാറുമ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ നിരവധി ചോദ്യങ്ങൾ എങ്ങനെ ഇത് സാധിക്കുന്നു? എന്ത് വിയോജിപ്പുകൾ ഉണ്ടായാലും കുട്ടിക്കാലം മുതൽ നിരവധി ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിയുന്ന, നിരവധി ഓർമ്മകളിലേക്ക് വഴുതിപ്പോയേക്കാവുന്ന മനുഷ്യൻ്റെ മനസ്സൊക്കെ കടന്ന്, ആ നൈർമല്യമൊക്കെ കടന്ന് ഒരാളെ ഇല്ലാതാക്കാൻ എങ്ങനെയാണ് അഫാന് തോന്നുക എന്ന ചോദ്യത്തിൻ്റെ ആ മരവിപ്പ് ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് എല്ലാ മനുഷ്യരും ഇവിടെ ഉള്ളത്. ഉമ്മയ്ക്ക് 95 വയസ്സാണ്. ഒരു പക്ഷേ ഉമ്മ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നെങ്കിൽ പോലും ഉമ്മയ്ക്ക് കരുത്തായി ആ 11 മക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് കരുതി തന്നെയാകും ആ ഉമ്മ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഒറ്റയ്ക്കാണെങ്കിൽ പോലും തനിക്ക് ഒത്തിരി പേരുണ്ട്, അവർ പാങ്ങോട്ടെത്തും, പ്രത്യേക ഘട്ടങ്ങളിൽ പാങ്ങോട്ടെത്തി ഒന്നിച്ച് സന്തോഷം പങ്കിടുമെന്നൊക്കെ കരുതി ഉമ്മയാണ് ഇപ്പോൾ ജീവനിട്ട് കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് പിതൃ സഹോദരൻ ലത്തീഫ്, അഫാന്റെ പിതാവില്ലാത്ത ഘട്ടത്തിലൊക്കെ രക്ഷകർത്താവായിരുന്നു. നാട്ടുകാരുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിയതാണ്. അഫാൻ വിദേശത്തേക്ക് പോയപ്പോൾ ആ കാര്യം അറിയിക്കാൻ അവിടെ ചെന്നിട്ടുണ്ട്. അഫാന്റെ കാർ ആ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും പറഞ്ഞിട്ടുണ്ട്, സഹായം ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും അച്ഛൻ എന്ന പോലെ നിന്ന വ്യക്തി എന്നാണ് നമ്മൾ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത്. അത്രമാത്രം ബന്ധമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഭാര്യ, ഇവരെയൊക്കെ തൽക്ഷണം എങ്ങനെ കൊല്ലാൻ കഴിയുന്നു? ആ മാനസികാവസ്ഥയിലേക്ക് അവർ കേട്ടിട്ടുള്ള ആ പേരുകാരൻ, അവർ പലപ്പോഴായി ഈ നാട്ടിൽ കണ്ടിട്ടുള്ള, അവർക്ക് സുപരിചിതനായ ആ വ്യക്തി 23-കാരൻ എങ്ങനെ സാധിച്ചു എന്നുള്ള വലിയ ചോദ്യത്തിന് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ഈ മനുഷ്യർ. അവർ വീണ്ടും കാണാൻ കൊതിച്ച മനുഷ്യരൊക്കെ തന്നെയാണ്. കാരണം ലത്തീഫിൻ്റെ കാര്യം പറഞ്ഞാൽ CRPFിലെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി കഴിഞ്ഞ് നാടിനു വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉറപ്പിച്ച മനുഷ്യരായിരുന്നു. നാട്ടുകാരുടെ എല്ലാം പ്രതികരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 6:30 മണി കഴിഞ്ഞും പള്ളിയിൽ കാണാഞ്ഞപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ തിരക്കി ഇറങ്ങുന്ന തരത്തിലേക്ക് എന്നും സാന്നിധ്യം അറിയിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അത്തരത്തിൽ ഒരു വലിയ കൂട്ടായ്മ മനുഷ്യന് ചുറ്റും ഉണ്ടാക്കിയ
വ്യക്തിയാണ് ലത്തീഫ്. അതുകൊണ്ടാണ് ഈ പോലീസിനെ ഉൾപ്പെടെ അറിയിച്ച് മരണവിവരം പെട്ടെന്ന് തന്നെ പുറത്തെത്തുന്നത്. ഒപ്പം അയൽ വീട്ടിലേക്ക് പോയപ്പോൾ ആ ഉമ്മമാരുടെ പ്രതികരണം, അയൽ വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മമാർ പ്രതികരിച്ചത് രാവിലെ കൂടി കണ്ടതാണ്, പലപ്പോഴും സംസാരിക്കാറില്ല, ഒരു ചിരി മാത്രം സമ്മാനിച്ച് പരസ്പരം മടങ്ങുക മാത്രം ചെയ്യുന്ന വ്യക്തിയായിരുന്നു സാജിദ. എങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ആ പ്രദേശം, അതായത് എസ്.എൻ. പുരം എന്ന ആ പ്രദേശത്താണ് ലത്തീഫും സാജിദ ദമ്പതികൾ താമസിച്ചിരുന്നത്. മക്കളെയെല്ലാം കല്യാണം കഴിച്ചു വിട്ട് അവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആ ഘട്ടത്തിൽ അവർ താങ്ങാകേണ്ടത് അയൽവാസികൾ, അതായത് കുറച്ച് വീടുകൾ മാത്രമുള്ള പ്രദേശമാണ്. അപ്പോൾ പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുന്നതും താങ്ങാകുന്നതും ഒക്കെ അവർ തന്നെയാണ്. ആ വിഷമം, ആ സങ്കടം, ആ ഉമ്മയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ആദ്യമായാണ് അറിയുന്നത്. നമ്മൾ പള്ളിയിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. എത്രയും പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കി ആ 4 പേരുടെയും 4 പ്രിയപ്പെട്ടവരുടെയും ഖബറടക്കം ഉടൻ ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് കേട്ടത്.